കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യാം. இந்த വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഭാര്യ ആരോപിച്ച 80 പവൻ സ്വർണ്ണാഭരണങ്ങൾ ഭർത്താവ് തിരിച്ചു നൽകണം എന്ന് പറയുന്ന കേസിലെ ഭർത്താവിന് അനുകൂലമായി വന്നിട്ടുള്ള ഒരു ഹൈക്കോടതി വിധിയെ കുറിച്ചിട്ടാണ്. അത്യാവശ്യം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു കേസിന്റെ സ്റ്റഡിയാണ് നമ്മൾ നടത്താനായിട്ട് പോകുന്നത്. വലിയൊരു വീഡിയോസ് ആണ്, സമയമുണ്ടെങ്കിൽ മാത്രം ശ്രദ്ധിക്കുക കേട്ടോ. അതായത് ഈ കേസിൽ നമുക്ക് കുറേ പാർട്സ് ആയിട്ട് പറയാം. ഒന്നാമതായിട്ട് ഈ കേസിൽ എന്താണ് വസ്തുതകൾ, ഫാക്ട്സ് ഓഫ് ദ കേസ് എന്താണ് എന്നുള്ളത് നോക്കാം. അതായത് മെയിനായിട്ടും പറയണത്, ഈ ഭാര്യയും ഭർത്താവും 30/6/2019 ഹിന്ദു ആചാരപ്രകാരം വിവാഹിതരായിട്ടുള്ളത്. പിന്നെ പറഞ്ഞ പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വിവാഹ സമയത്ത് ഭാര്യയ്ക്ക് ഭാര്യയുടെ വീട്ടുകാർ സ്വർണവും കാറും നൽകിയിട്ടുണ്ട്. കൂടാതെ ഭർത്താവിൻ്റെയും അച്ഛൻ്റെയും എന്താ പറയുക, വിവാഹ ചടങ്ങുകൾക്കായിട്ട് 5 ലക്ഷം രൂപ ഇവർ നൽകിയിട്ടുണ്ട്. പിന്നീട് ഭാര്യയുടെ സ്വർണം ഭർത്താവ് ബാങ്ക് ലോക്കറിൽ സൂക്ഷിക്കാമെന്ന് പറഞ്ഞ് വാങ്ങി തിരികെ നൽകിയില്ല എന്ന് ആരോപണമുണ്ട്. അടുത്ത പോയിന്റ്, ഭാര്യ കുടുംബ വീട്ടിലേക്ക് മടങ്ങിയ ശേഷവും സ്വർണവും പണവും തിരികെ ആവശ്യപ്പെട്ട് എന്ത് ചെയ്യുന്നു, ഭാര്യ കേസ് ഫയൽ ചെയ്യാണ്. ഇനി ഭാര്യയുടെ വാദങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ പോയിന്റ്, 5 ലക്ഷം രൂപ ഭർത്താവിൻ്റെ അച്ഛന് നൽകി. രണ്ടാമത്തെ പോയിന്റ്, 90 പവൻ സ്വർണം ധരിച്ചാണ് വിവാഹത്തിന് എത്തിയത്. മൂന്നാമത്തെ പോയിന്റ്, അതിൽ ഭൂരിഭാഗം സ്വർണവും ഭർത്താവ് കൈവശപ്പെടുത്തി. നാലാമത്തെ പോയിന്റ്, സ്വർണം പണയം വെച്ച് ദുരുപയോഗം ചെയ്തു. അഞ്ചാമത്തെ പോയിന്റ്, സ്വർണവും പണവും തിരിച്ച് ഭാര്യയ്ക്ക് വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഭർത്താവിൻ്റെ വാദം എന്താണെന്നുള്ളത് നോക്കാം. ആർഗ്യുമെന്റ് ബൈ ഹസ്ബൻഡ്, 5 ലക്ഷം രൂപ വാങ്ങിയിട്ടില്ല. രണ്ടാമത്, ഭാര്യയ്ക്ക് 90 പവനല്ല 80 പവൻ മാത്രമാണ് വിവാഹ സമയത്ത് ഉണ്ടായിരുന്നത്. മൂന്നാമത്തെ പോയിന്റ്, സ്വർണം തന്നെ ഏൽപ്പിച്ചിട്ടില്ല. അടുത്ത പോയിന്റ്, ഭാര്യ സ്വന്തം സ്വർണം കൊണ്ടുപോയി. മാത്രമല്ല പണയം വെച്ച സ്വർണം സഹോദരിയുടേതാണ്, ഭർത്താവിൻ്റെ സഹോദരിയുടേതാണ് എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഭാര്യ പറയുന്ന പ്രധാനപ്പെട്ട തെളിവുകളായിട്ട്, ഒന്നാമത്തെ സാക്ഷിയായിട്ട് ഭാര്യ, രണ്ടാം സാക്ഷിയായിട്ട് ഭാര്യയുടെ അച്ഛൻ, മൂന്നാം സാക്ഷിയായിട്ട് 5 ലക്ഷം രൂപ ഭർത്താവിൻ്റെ അച്ഛനെ കൈമാറ്റം ചെയ്തത് നേരിൽ കണ്ട ഒരു സാക്ഷിയുണ്ട്. നാലാമത്തെ സാക്ഷി SBI ബാങ്ക് മാനേജർ. അഞ്ചാമത്തെ സാക്ഷി ബാങ്ക് രേഖകൾ, സ്വർണ്ണ ബില്ലുകൾ, SNDP വിവാഹ രജിസ്റ്റർ എന്നിവയൊക്കെയാണ് ഹാജരാക്കിയിട്ടുള്ളത്. ഭർത്താവിൻ്റെ തെളിവുകൾ എന്ന് പറയുന്നത്, RW1 ഭർത്താവാണ്, RW2 RW3 എന്ന് പറയുന്നത് ഭർത്താവിൻ്റെ സാക്ഷികൾ. പിന്നെ സ്വർണം പണയം വെച്ചിരിക്കുന്നത് സഹോദരിയുടേതാണ് എന്നുമാണ് പറയുന്നത്. തുടർന്ന് ഇവർ അഡ്വക്കേറ്റ് കമ്മീഷൻ അപ്പോയിന്റ് ചെയ്യുകയും തുടർന്നുണ്ടാകുന്ന ചീഫ് എക്സാമിനേഷനിൽ പറഞ്ഞിട്ടുള്ള പോയിന്റുകൾ എങ്ങനെയൊക്കെയാണ്. ഭാര്യ ഭർത്താവിനും ഭർത്താവിൻ്റെ വീട്ടുകാർക്കുമായിട്ട് 5 ലക്ഷം രൂപ നൽകി. വിവാഹത്തിൽ സ്വർണം നൽകിയതിൻ്റെ രേഖകളും ബില്ലുകളും ഹാജരാക്കിയിട്ടുണ്ട്. ബാങ്ക് മാനേജർ സ്വർണം പണയം വെച്ച വിവരം സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. ക്രോസ് എക്സാമിനേഷൻ വന്നപ്പോൾ ഉണ്ടായത്, പണം നൽകിയിട്ടില്ലെന്ന് ഭർത്താവിൻ്റെ അഭിഭാഷകൻ പറഞ്ഞു. സ്വർണം ഭർത്താവിനെ ഏൽപ്പിച്ചിട്ടില്ല എന്ന് വാദിച്ചു. സഹോദരിയുടെ സ്വർണമാണ് പണയം വെച്ചതെന്ന് പറഞ്ഞെങ്കിലും വ്യക്തമായി തെളിയിക്കുവാനായിട്ട് സാധിച്ചില്ല. ഇനി ഇവിടെ വരുന്ന പ്രധാനപ്പെട്ട ലീഗൽ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്? അതായത് കുടുംബ കേസുകളിൽ നമ്മൾ പല വീടുകളും പറഞ്ഞിട്ടുണ്ട്, പ്രിപോണ്ടറൻസ് ഓഫ് പ്രോബബിലിറ്റീസ് എന്ന് പറയുന്നൊരു മാനദണ്ഡമാണ് നമ്മളോട് ഉപയോഗിക്കുന്നത്. അല്ലാതെ ക്രിമിനൽ കേസുകളിലെ പോലെ ബിയോണ്ട് റീസണബിൾ ഡൗട്ട് എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നില്ല. മൂന്നാമത്തെ പോയിന്റ്, സ്വർണം തിരികെ ലഭിക്കുവാൻ ആദ്യം സ്വർണം ഭർത്താവിനെ ഏൽപ്പിച്ചുവെന്ന് ഭാര്യ തെളിയിക്കണം. അതാണ് ഇവിടുത്തെ പോയിന്റ്. എന്താണ്? സ്വർണം തിരികെ ലഭിക്കുവാനായിട്ട് എന്ത് വേണം? ആദ്യം ഈ സ്വർണ്ണാഭരണങ്ങൾ ഭർത്താവിനെ ഏൽപ്പിച്ചുവെന്ന് തെളിയിക്കണം. അല്ലാതെ തെളിവില്ലാതെ കോടതി ഊഹോപോഹത്തിന്റെ അടിസ്ഥാനത്തിൽ വിധി പറയാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഈ പ്രിൻസിപ്പിൾ. അപ്പൊ ഈ 2 കാര്യങ്ങളും ഭർത്താക്കന്മാർക്ക് അനുകൂലമാണ്. മനസ്സിലായില്ലേ? ഇനി ഭാരതീയ സാക്ഷ്യ അധിനിയമത്തിലെ സെക്ഷൻ 3 ആണ് ഇതിന്റെ എല്ലാത്തിന്റെയും അടിസ്ഥാനം. അപ്പൊ ഫാമിലി കോടതികളിൽ സെക്ഷൻ 3 പ്രൂഫ് അല്ലെങ്കിൽ പ്രൂവ്ഡ് എന്ന ആശയം എവിഡൻസ് ആക്ടിലും ഈ തത്വം തന്നെയാണ് പരാമർശിക്കുന്നത്. അതുപോലെ തന്നെ കസ്റ്റം ഒരു വസ്തുത ആണെന്ന് ഭാരതീയ സാക്ഷ്യ അധിനിയം 2023 പ്രകാരം കോടതി ചൂണ്ടിക്കാട്ടി. കസ്റ്റം ഒരു വസ്തുത എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ ഓഫ് ഫാക്ട്
അതായത് ഒരു ആചാരത്തിന്റെ പുറത്ത് മാത്രം ഒരു ആൾക്ക് ഒരു സാധനം കൈമാറ്റം ചെയ്തു എന്ന് പറയാനായിട്ട് പാടില്ല എന്നുള്ളതാണ് ഈ കസ്റ്റം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ട് വരുന്നത്. ഞാൻ വേറൊരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഈ സെക്ഷൻ 3യും ഈ കാര്യവും പറയാം. ഇനി ഹൈക്കോടതിയുടെ വിധി എന്താണെന്നുള്ളത് നോക്കാം. 5 ലക്ഷം രൂപ പലിശ സഹിതം 6% പലിശ സഹിതം ഭാര്യയ്ക്ക് തിരികെ നൽകണം. കാരണം ആ ഒരു സാക്ഷി അവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത്, ആ സാക്ഷി മൊഴി കോടതി മുഖവിലേക്ക് എടുത്തു. പിന്നെ 80 പവൻ സ്വർണം നൽകണമെന്ന ഫാമിലി കോടതി ഉത്തരവ് കോടതി റദ്ദാക്കി. പകരം എന്താണ്, ഈ സ്വർണം പണയം വെച്ചു എന്ന് പറയുന്ന സ്ഥലത്തുള്ള ആഭരണങ്ങൾ ഈ ഭർത്താവിന്റെ സഹോദരിയുടേതാണ് എന്ന് തെളിയിക്കാൻ പറ്റാത്തത് കൊണ്ട് ഏകദേശം 30 പവൻ സ്വർണ്ണാഭരണങ്ങൾ ഈ ഭാര്യയുടെ തന്നെയാണ് എന്ന് കോടതി തീരുമാനിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഒന്നില്ലെങ്കിൽ സ്വർണം അല്ലെങ്കിൽ അതിന്റെ വിപണി മൂല്യമോ നൽകണമെന്ന് ഉത്തരവിട്ടു. പിന്നെ വിവാഹ ചെലവ് തിരികെ നൽകണമെന്ന ഉത്തരവും എന്ത് ചെയ്തു, കോടതി റദ്ദാക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാര്യ ഒരു കേസ് ഭർത്താവിനെതിരെ അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയ്ക്കെതിരെ ഒരു റിക്കവറി സൂട്ട് ഫയൽ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മേടിച്ചിട്ടുണ്ടോ എന്നുള്ളതല്ല, ഈ മേടിച്ച സാധനം എതിർഭാഗത്തിന് കൈമാറ്റം ചെയ്തു എന്നുള്ളതാണ് നിങ്ങൾ തെളിയിക്കേണ്ടത്. അങ്ങനെ തെളിയിച്ചാൽ മാത്രമാണ് തിരിച്ചെടുക്കുവാനായിട്ട് ഭാരതീയ സാക്ഷി അധിനിയം സെക്ഷൻ 3 പ്രകാരം നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ എന്നുള്ള ആ ഒരു കൃത്യമായൊരു പോയിന്റ് നമ്മളവിടെ മനസ്സിലാക്കണം. പിന്നെ ഒരു ആചാരത്തിന്റെ ഭാഗമായിട്ട് എല്ലാവരും കല്യാണത്തിന് സ്വർണ്ണാഭരണങ്ങൾ ഭർത്താവിന് കൈമാറ്റം ചെയ്യുമെന്നും അങ്ങനെ കൈമാറ്റം ചെയ്ത സ്വർണ്ണാഭരണങ്ങൾ എല്ലാ ഭർത്താക്കന്മാരും ദുരുപയോഗം ചെയ്യുമെന്നും ഇനി പറയാനായിട്ട് പറ്റില്ല എന്നുള്ള ഒരു പോയിന്റിലേക്കും എത്തിച്ചേരുവാനായിട്ട് ഈ വിധി നമ്മളെ നല്ല രീതിയിൽ സാധിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. സോ അത്യാവശ്യം നല്ല തിരക്കേടില്ലാത്തൊരു വിധിയാണ്. കാരണം ഒരു പവൻ സ്വർണത്തിന് 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ 80 പവൻ സ്വർണ്ണമൊക്കെ എടുത്തു എന്ന് പറയുകയാണെങ്കിൽ കുടുംബം വിറ്റ് പോകേണ്ട സിറ്റുവേഷനാണ്. അപ്പോൾ നല്ല രീതിയിൽ കേസ് പഠിച്ചിട്ട് തന്നെയാണ് ഹൈക്കോടതി ഈ ഒരു കാര്യത്തിൽ തീരുമാനം പറഞ്ഞിട്ടുള്ളത്. വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വിധികൾ വരട്ടെ, സത്യം മാത്രം ജയിക്കട്ടെ, കള്ളക്കേസുകളെല്ലാം പൊളിഞ്ഞ് പരിപ്പളകി പോകട്ടെ. ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലിലേക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.